കേരളത്തിൽ ജലഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കുന്ന ജില്ല. ഓപ്ഷൻസ്: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഉത്തരം: ആലപ്പുഴ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. ഓപ്ഷൻസ്: 560 കിലോമീറ്റർ, 540 കിലോമീറ്റർ, 580 കിലോമീറ്റർ, 610 കിലോമീറ്റർ. ഉത്തരം: 580 കിലോമീറ്റർ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻസ്: കൊച്ചി, ഏഴിമല, ആലപ്പുഴ, തിരുവനന്തപുരം. ഉത്തരം: ആലപ്പുഴ. കേരളത്തിലെ നാവിക അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസ്: കൊച്ചി, ഏഴിമല, ആലപ്പുഴ, തിരുവനന്തപുരം. ഉത്തരം: ഏഴിമല. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻസ്: കൊച്ചി, ഏഴിമല, ആലപ്പുഴ, തിരുവനന്തപുരം. ഉത്തരം: കൊച്ചി. ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗം. ഓപ്ഷൻസ്: റോഡ് ഗതാഗതം, ജലഗതാഗതം, റെയിൽ ഗതാഗതം, വ്യോമഗതാഗതം. ഉത്തരം: ജലഗതാഗതം. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയെ പുതുശ്ശേരിയുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 4 ഏത് നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കൃഷ്ണ മഹാനദി, മഹാനദി ഗോദാവരി, കൃഷ്ണ ഗോദാവരി, ഗോദാവരി കാവേരി. ഉത്തരം: കൃഷ്ണ ഗോദാവരി. ആസാമിലെ ലക്കിപൂരിനെയും ഭാംഗയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഭാവിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ജലമാർഗം ബംഗ്ലാദേശിലൂടെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ദേശീയപാത. ഓപ്ഷൻസ്: NW7, NW6, NW5, NW9. ഉത്തരം: NW6. പശ്ചിമ ബംഗാളിനെയും ഒഡീഷയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത. ഓപ്ഷൻസ്: NW5, NW6, NW7, NW9. ഉത്തരം: NW5. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ ജലപാത 4 തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻസ്: കൊല്ലം കോട്ടപ്പുറം, അലഹബാദ് ഹാൽഡിയ, സാദിയ ധുബ്രി, കാക്കിനട പുതുശ്ശേരി. ഉത്തരം: കാക്കിനട പുതുശ്ശേരി. അലഹബാദ് ഹാൽഡിയ ദേശീയ